ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി കിരീടത്തിന് തൊട്ടരികിലെത്തിയ കേരള ടീമിന് സംസ്ഥാന സർക്കാർ അനുമോദനം നൽകി. രഞ്ജി ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സച്ചിൻ ബേബി മുഖ്യമന്ത്രിക്ക് റണ്ണേഴ്സ് ട്രോഫി കൈമാറി. കായിക താരങ്ങളോട് മമതയുള്ള സംസ്ഥാനമാണ് കേരളമെന്നും രഞ്ജി ട്രോഫിയിലെ കേരളത്തിന്റെ നേട്ടം വരുന്ന തലമുറയ്ക്ക് പ്രചോദനമാകട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജലജ് സക്സേനയും ആദിത്യ സർവാദയും മറുനാടൻ താരങ്ങളല്ലെന്നും അവരും കേരളത്തിന്റെ താരങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ റണ്ണറപ്പായി കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച എല്ലാവരെയും അതോടൊപ്പം KCയെയും ആദ്യമായി അഭിനന്ദിക്കുന്നു. കായിക ഇനങ്ങളോട് എന്നും മമതയുള്ള നാടാണ് കേരളം. ക്രിക്കറ്റിനോടാകട്ടെ ഏറെ പ്രശസ്തമായ ഒരു ആത്മബന്ധമാണ് കേരളത്തിനുള്ളത്. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിലും ദേശീയ മികവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയെയും പരിശീലകൻ അമേയ് ഖുറേഷിയെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. ബോളിംഗ് നിരയെ നയിച്ച ജലജ് സക്സേനയും ആദിത്യ സർവാദയും കൂടി ഈ സീസണിൽ നേടിയത് 75ഓളം വിക്കറ്റുകളാണ്. അവരെ മറുനാടൻ താരങ്ങളെന്ന് ചിലർ വിശേഷിപ്പിക്കുന്നത് കണ്ടു. അങ്ങനെയല്ല കേട്ടോ, അവരും ഈ കേരള സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. രഞ്ജി ട്രോഫിയിലെ കേരളത്തിന്റെ നേട്ടം വളർന്നു വരുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമാണ്. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വാർത്തെടുക്കാൻ നമ്മുടെ യുവതലമുറയെ പ്രാപ്തരാക്കുന്നതിനും ലഹരി പോലെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിനും എല്ലാവർക്കും കഴിയണം. കേരളത്തിന്റെ യുവത്വത്തെ ലഹരി അടിമയാക്കുന്ന കാലമാണിതെന്നും അത് മാറ്റേണ്ടത് കായിക താരങ്ങളാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കായിക താരങ്ങളാണ് വരാനിരിക്കുന്ന തലമുറയുടെ മാതൃക എന്നും ലഹരിക്കെതിരായ വലിയ ദൌത്യം ആരംഭിക്കുമ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് സച്ചിൻ ബേബി വന്ന് വേദിയിൽ കിട്ടിയ റണ്ണർ ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൈമാറിയ നിമിഷം അഭിമാന നിമിഷമാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാനാകും. ഇത് വിജയമാണ്. ഞാൻ റണ്ണറപ്പായിട്ട് കാണുന്നില്ല, ഇത് വിജയമായിട്ടാണ് കാണുന്നത്. ചിലർ പറഞ്ഞു ക്വാർട്ടറും സെമിയൊക്കെ ജയിച്ചത് ഭാഗ്യമാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഭാഗ്യം എന്ന് പറയുന്നത് കഠിനാധ്വാനികളുടെയും ധീരന്മാരുടെയും കൂടെയാണ്. അതുകൊണ്ട് അത് ഭാഗ്യമായി കാണാൻ കഴിയുന്നത്, വിജയമായിട്ട് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് പേർ ഇന്ത്യൻ ടീമിലേക്ക് എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ നമ്മളൊരു വലിയ പോരാട്ടം തുടങ്ങുകയാണ്. കേരളത്തിൻ്റെ യുവത്വത്തെ ലഹരി കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അതിന് മറുപടി പറയേണ്ടത് കായിക മേഖലയാണ്. കായിക താരങ്ങളാകണം കേരളത്തിലെ യുവത്വത്തിന് ഈ ലഹരിയുടെ ഈ തെറ്റായ ലോകത്ത് നിന്നും മടക്കി കൊണ്ടുവരേണ്ടത്. നമ്മൾ ഈ വലിയ ദൗത്യം, ലഹരിക്കെതിരായിട്ടുള്ള വലിയ ദൗത്യം ആരംഭിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ കൂടെ ഉണ്ടാകണം. കഴിഞ്ഞ ദിവസം രഞ്ജി ട്രോഫിയിൽ റണ്ണേഴ്സ് അപ്പായി തിരിച്ചെത്തിയ കേരള ടീമിന് ഉജ്ജ്വല സ്വീകരണമായിരുന്നു തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.